ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, അതിൽ നൈസായിട്ടൊരു സവാള കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യ്, പട്ട, കറമ്പു, ഏലക്ക, ബേ ലീവ്സ്, സ്റ്റാർ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ബസ്മതി റൈസിലാണ് ബിരിയാണി റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മുങ്ങി കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഒനിയനും ആവശ്യത്തിന് ഉപ്പും ഹാഫ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് മൂടി വെച്ച് ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കുക. ഇനി സെയിം പാനിൽ തന്നെ ബിരിയാണിയിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് ചതച്ചത്, സവാള, തക്കാളി, കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ, അതിലേക്ക് തൈര്, പിന്നെ നമ്മുടെ മസാലപ്പൊടികളും മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. ഓവർ വേവിച്ച് ഉടയാനും നിൽക്കേണ്ട. അതിന് മുന്നേ തന്നെ അല്പം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ലെയറായിട്ട് നമുക്ക് റൈസ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഓരോ ലെയറിലും നമ്മൾ മല്ലിയില, ഫ്രൈഡ് ഓണിയൻ, മഞ്ഞളും പാലും മിക്സ് ആക്കിയതും കൂടി ചേർത്ത് ഓരോ ലെയറും സെറ്റാക്കി എടുക്കാം. ഫൈനൽ ലെയറിൽ ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിലും 50 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കവറിങ് ഒക്കെ മാറ്റി ഇതിൻ്റെ റൈസ് ഒരു പാത്രത്തിലേക്കും മസാല വേറെയും ആക്കിയിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.